ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് വിഷു ആണ്. അപ്പോൾ നേരെ വീഡിയോ. ഇന്ന് വിഷു ആണ് ഗൈസ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ബട്ട് രാവിലെ ഒന്നല്ല, ഇത് നട്ടപ്പതിരയാണ് ഗൈസ്. 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കണി ഒരുക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. അമ്മ അവിടെ പൂര കുക്കിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് നട്ടപ്പാതിരൊക്കെയാണ് കുക്കിങ്ങിന്. അതല്ല കേട്ടോ ഗൈസ്. അപ്പോൾ തലേ ദിവസം അവിയിൽ തലേ ദിവസം ഇന്ന് തന്നെ മുറിച്ചിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് കഴിഞ്ഞാൽ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞ് ഞങ്ങൾ പൂത്തിരി കത്തിക്കും കേട്ടോ ഗൈസ്. പൂത്തിരിയൊക്കെ കത്തിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഉറിയിൽ കണി വെക്കാൻ പോകും. 12/8 ആയിട്ടുള്ളൂ. ഏപ്രിൽ 14-ാം തീയതിയാണ് കേട്ടോ ഗൈസ്. അമ്മ അവിടെ ഉറി കഴുകുന്നുണ്ട് കേട്ടോ. അരി ഇതിൽ നമ്മൾ ഇടും ഉറിയിൽ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉറിയിൽ അരി ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ സംഭവങ്ങളൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മൾ അനാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2 എണ്ണം വെക്കണം. ഇങ്ങനെ വെച്ചോ. അപ്പോൾ ഗൈസ് നമ്മൾ മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ അറേഞ്ചൊക്കെ മാറ്റി കൃഷ്ണൻ്റെ ഫോട്ടോ ഇവിടെ വെച്ച് പിന്നെ 2 വെള്ളരിക്കും മുന്തിരിയും നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൽ വയ്ക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പഴം കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പഴമൊക്കെ ഇങ്ങനെ വെക്കാൻ ഞാനാണ് അറേഞ്ചൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. കുറേ ഫ്രൂട്ട്സും തേങ്ങ ഒക്കെ വെക്കും നമ്മൾ. തേങ്ങ വരയ്ക്കാം. അയ്യോ ഇവിടെ വെച്ചൊരു ഭംഗിയില്ല. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആ കഴിച്ചതിനും നമ്മൾ സ്വർണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊന്നുവിൻ്റെ കഴിച്ചേന് സ്വർണ്ണത്തിൻ്റെ ഒരു കഴിച്ചേന് വെച്ച് കൊടുത്തു. കുറച്ചുകൂടി നല്ല ഭംഗിയൊക്കെ ആയിട്ടൊക്കെ കൃഷ്ണൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ ഉറിയായിട്ട് തോന്നെ സാധനങ്ങൾ കൊള്ളു. പിന്നെ ചക്രമത്തം വെച്ച് അപ്പം തന്നെ നിറയാറായി. ഈ ഒരു ഗൈസ് പൊന്തി ചക്രമത്തിൻ്റെ വെയിറ്റ് കാരണം ഞങ്ങളിതാ മുകളിൽ കയറുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അമ്മയുടെ സെറ്റ് മുണ്ട് എടുക്കാനും വിളക്ക് എടുക്കാനും കേട്ടോ. ഞങ്ങളിവിടെ വിളക്കെത്തിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ മേലെയാണ്. നല്ലൊരു യൂസ് ചെയ്യാത്തൊരു മുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതും നമ്മൾ വെച്ച് കൊടുക്കും. വിളക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ മുണ്ട് മടക്കിയിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതിനെ ഇതാക്കണം. എനിക്കൊരു ഐഡിയ കിട്ടി ഗൈസ്. ഞാനൊരു ഐഡിയ നോക്കി. അപ്പോൾ ഇത് നല്ല അടിപൊളി വൃത്തിയിലല്ല ഞാൻ മടക്കി. നല്ല വൃത്തിയിൽ ഞാൻ മടക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഞാൻ മുണ്ടൊക്കെ മടക്കി നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ഫൈനൽ കണി കാണാൻ വേണ്ടി ഉള്ളിലൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇനി ഇവിടെ കൊന്നപ്പോൾ അമ്മ രാവിലെ എടുത്ത് വയ്ക്കും. എന്നിട്ട് ഞങ്ങൾ കണി കാണിക്കും. ഇതാണ് ഇത്. പിന്നെ ഈ മുണ്ട് ഞങ്ങൾ ഒപ്പിച്ചതല്ല. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ യൂസ് ചെയ്യാത്ത മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാനൊക്കെ കണി കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ കണി ഫൈനൽ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം തന്നെ ഉറക്കാനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 1:30 ടൈം. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങി നീച്ചിട്ട് കണിയൊക്കെ കണി കാണണമൊക്കെ ഞാൻ വീഡിയോ എടുക്കുക പറ്റുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ബൈ, ഉറങ്ങിയിട്ട് വരാം കേട്ടോ. കണി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കണി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ കണ്ണിയും വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണനായിട്ട്. അപ്പോൾ അത് കണ്ടു. വീണ്ടും കിടന്ന് ഇറങ്ങാൻ പോവാണ്. ഞാൻ നീച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പലയിച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചോരാനും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചോരി പിന്നെ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിച്ചിട്ട് വരാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് നല്ല ഇഷ്ടമായി ഡ്രസ്സ് പാവും. അപ്പോൾ ഇനി നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കണം. ഐലൈനറും മസ്കാര ലിപ്സ്റ്റിക് ഇതാണ് മെയിൻ കാര്യം. വേറെ ഒന്നും ആടില്ല. അതിനെ മുടിയൊന്ന് സെറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. ഡാസ്ലറിൻ്റെ ഐലൈനർ എഴുതാൻ പോവാം കേട്ടോ. നല്ല രീതിയിൽ കണ്ണൊക്കെ വാലിട്ട് എഴുതിയിട്ടുണ്ട്.
ഇനി നമ്മൾ മസ്കാര കൊടുക്കണം. മസ്കാര ഇതാണ് പുതിയ മസ്കാര കേട്ടോ. സുഡിയോന്ന് വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്കറിയില്ല കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡ് തന്നെ കേട്ടോ. ഫൈനലി നമ്മുടെ മേക്കപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി ഷെയ്ഡാണ് ഉള്ളത്. അപ്പോൾ ഇനി മുടിയെല്ലാം ജസ്റ്റ് ഒന്ന് ഇതാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലി ലുക്ക് എന്ന് പറയുന്നത്. എനിക്കത് ഇഷ്ടമായി കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചേച്ചമ്മടിക്ക് പോവാണ്. അപ്പോൾ ഇന്ന് വിഷു കൈനീട്ടം കിട്ടി കേട്ടോ. ഇന്നലെ അമ്മമ്മയുടെ അക കിട്ടി, പിന്നെ കണ്ണമാമ്മയുടെ അക കിട്ടി, പിന്നെ ഇന്ന് വലിയച്ഛൻ തന്ന. അങ്ങനെ കുറേ പേര് തിന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ കണി. വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കണിയൊക്കെ ഇന്നലെ കണ്ടു കിട്ടും. ഇതാ ഞങ്ങൾ വീച്ചേച്ചമ്മോടിക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ടോ അടിപൊളിയായിട്ട് ഞങ്ങൾ ചേച്ചമാരെ കേട്ടോ. പീസ് ഇതാ ഞാൻ പഴംപൊരി ഇല്ലാണ്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ഇവിടെയും പോയി മിറർ സെൽഫി എടുക്കും. അപ്പോൾ ഗൈസ് കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ട് കേട്ടോ. നായ്ക്കുട്ടിയുടെ പേരാണ് ലിയോ നാട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കും. നട്ട വെള്ളത്ത് ഞങ്ങൾ വീട്ടിലിട്ട് എങ്ങനെ അപ്പോൾ ഇപ്പോൾ സദ്യയാണ്. അപ്പോൾ സദ്യ മാത്രമല്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ ചോറ് തിന്നായിട്ട് ഗൈസ്. പപ്പടം, അച്ചാറ്, മീൻ വറുത്തത്, ചിക്കൻ, ഉപ്പേരി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഗൈസ്. ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വിഷു കലയങ്ങൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വരും, താത്ത വരുമ്പോൾ ഞങ്ങൾക്കൊരു ഐസ്ക്രീമിൻ്റെ മറ്റേ ഫാമിലി പാക്ക് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം. സ്കോച്ച് ആട്ടോ. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഞാൻ കഴിച്ചു കേട്ടോ ഗൈസ്. കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ കഴിച്ചതാട്ടോ ഗൈസ്. ഞങ്ങൾ കുറച്ച് മുന്നേ സിനിമ തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടുജീവിതം കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ഗൈസ്. അപ്പോൾ അവിടെ ഫുള്ളാണ്. അവിടെ ബുക്ക് ചെയ്യണം. കുറച്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്തിടണം, എന്നാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നാളെ പോവാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എന്താ ഞങ്ങൾ പോയി. ഞാൻ ചക്രമത്തൻ്റെ ജ്യൂസ് കുടിക്കാൻ പോകാനുണ്ട് ഗൈസ്. ഞാൻ ചക്രമത്തൻ്റെ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബിഗ് ബോസ് കാണുക കേട്ടോ ഗൈസ്. നിങ്ങൾ എത്ര പേര് ബിഗ് ബോസ് കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി പടക്കം ഓടിച്ച് കിടന്ന് ഉറങ്ങും. നല്ല ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ 1:30 കിടന്നിട്ട് കണ്ണിയൊക്കെ വെക്കും. അതൊക്കെ നീച്ചു. അതുകൊണ്ട് നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ബിഗ് ബോസ് കാണട്ടെ കേട്ടോ ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായി. അപ്പോൾ ബൈ.